നവരാത്രി ആഘോഷങ്ങളുടെ രണ്ടാം ദിനമായ ഇന്ന് ശ്രീ ഗായത്രി ദേവിയെയാണ് പൂജിക്കുന്നത്. വേദങ്ങളുടെ അമ്മയായാണ് ഗായത്രി ദേവിയെ കരുതുന്നത്. ഗായത്രി ദേവി പ്രതിനിധീകരിക്കുന്നത് ധ്യാനത്തിൻ്റെ ശക്തിയും പ്രാർത്ഥനയിലുമാണ്. ഗായത്രി മന്ത്രം ജപിക്കുന്നത് മൂലം ഗായത്രി ദേവിയുടെ അനുഗ്രഹം ലഭിക്കുന്നു. ഒപ്പം മനസ്സിനെയും ആത്മാവിനെയും ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു. ആത്മീയ വളർച്ച, മാനസിക പരിശുദ്ധി, ജ്ഞാനലബ്ധി തുടങ്ങിയവയാണ് ഗായത്രി ദേവിയെ പൂജിക്കുന്നതിൻ്റെ ഫലം. ഇന്ന് നിവേദ്യമാക്കുന്നത് ദേവിക്ക് ഏറെ പ്രിയങ്കരമായ ഒരു മധുര വിഭവമാണ് കേസരി. ആദ്യം റവ കേസരി ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. ആദ്യമായി വേണ്ടത് റവയാണ്. റവ 1 കപ്പ്. ഞാൻ ഈ ഒരു അളവിലാണ് എടുത്തിരിക്കുന്നത്. ഇത് 200 ഗ്രാം റവ ഉണ്ട്. നിങ്ങൾ ഏത് കപ്പാണ് എടുക്കുന്നതെങ്കിൽ ആ കപ്പിൻ്റെ അളവ് വെച്ച് വേണം മറ്റുള്ള ചേരുവകളും എടുക്കേണ്ടത്. ഇത് റവ 1 കപ്പ്, ഏലക്ക, നെയ്യ്, പഞ്ചസാര, അണ്ടിപ്പരിപ്പ്, മുന്തിരി, വെള്ളം, പിന്നെ ഫുഡ് കളർ. കേസരി കളർ എന്ന് പറഞ്ഞ കടയിൽ ചോദിച്ചാൽ കിട്ടും. ഇത് ഫുഡ് കളറ് ഒരു യെല്ലോ ഓറഞ്ച് കളറാണ്. ചിലർ വേണമെങ്കിൽ ഇതിൽ കുങ്കുമപ്പൂ ചേർക്കാറുണ്ട്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഫുഡ് കളറ്. റവ കേസരി ഉണ്ടാക്കാൻ വേണ്ടി ആദ്യമായി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാനൊന്ന് ചൂടാവേണ്ടതുണ്ട്. ചൂടായതിന് ശേഷം നെയ്യ് 100 ഗ്രാമാണ്. ഇത് റവ കേസരി ഉണ്ടാക്കുന്നത് പല വിധത്തിലുണ്ടാക്കാറുണ്ട്. ഞാനിത് 200 ഗ്രാം റവയാണ് എടുത്തത്. 100 ഗ്രാം നെയ്യാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതൊഴിക്കാം. ഇത് ഉരുക്കിയില്ല, കുറച്ച് നെയ്യ് വരാൻ കുറച്ച് ബുദ്ധിമുട്ടിൽ. 200 ഗ്രാം വറുത്ത റവയാണ്. അതിന് 200 ഗ്രാം നെയ്യും ചേർത്ത് ചിലരുണ്ടാക്കാറുണ്ട്. ഞാനിപ്പോൾ 200 ഗ്രാം റവയെങ്കിൽ 100 ഗ്രാം നെയ്യാണ് ഒഴിച്ചിരിക്കുന്നത്. നെയ്യ് ഒന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് റവ അതിലിട്ട് ഇത് വറുത്ത റവയാണ്. എന്നിരുന്നാലും നമുക്ക് ഈ നെയ്യിലിട്ട് റവയൊന്ന് വറുത്തെടുക്കേണ്ടതുണ്ട്. വേറൊരു അടുപ്പ് കത്തിച്ച് കുറച്ച് വെള്ളം ചൂടാക്കേണ്ടതുണ്ട്. ഈ കപ്പിന് 2 കപ്പ് വെള്ളമാണ്. ഈ കപ്പിന് 2 കപ്പ് വെള്ളമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അതൊന്ന് ചൂടാക്കാൻ വയ്ക്കാം. ഇത് നല്ല ബ്രൗൺ കളറൊന്നും ആകണ്ട, ചെറിയ രീതിയിലൊന്ന് വറുത്താൽ മതി. സ്റ്റൗ ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കണം. പഞ്ചസാര 1 കപ്പ്. ഈ കപ്പിൻ്റെ അളവിലാണ്. വെള്ളം ഈ സമയത്ത് ചൂടാവും. ഇനി വെള്ളം ഇതിലോട്ട് ഒഴിക്കണം. നല്ലതുപോലെ ഇളക്കി പഞ്ചസാരയും റവയും കൂടി ഇതിലൊന്ന് നല്ലതുപോലെ ചേർന്ന് വരണം. നല്ല തിളച്ച വെള്ളത്തിലാണ് നമ്മൾ റവ കേസരി ഉണ്ടാക്കുന്നത്. വെള്ളം നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. റവ ഒരുപാട് മൂക്കുകയൊന്നും വേണ്ട, ഇത്രത്തോളം മതിയാവും. ഇനി നമുക്ക് വെള്ളം ചേർക്കാം. വെള്ളം 2 കപ്പാണ്. റവ 1 കപ്പെങ്കിൽ വെള്ളം 2 കപ്പ് ചേർക്കേണ്ടതാണ്. റവ 1 കപ്പ്, പഞ്ചസാര 1 കപ്പ്, നെയ്യ് 1 കപ്പ്. ഇതാണിപ്പോൾ കേസരിയിൽ ചേർത്തിട്ടുള്ളത്. ഫ്ലെയിം തീരെ കുറച്ച് വയ്ക്കാം. ഇനി നമുക്കൊരു സ്പൂൺ ഏലക്ക ഇടാം. ഫുഡ് കളറാണ്.
ഇത് ഫുഡ് കളറ്. നമുക്കത് ഒരു നുള്ളിടാം. ഒരു നുള്ളു ഫുഡ് കളർ. ഇതിൽ പഞ്ചസാരയും നെയ്യും ഒക്കെ കുറവാണെങ്കിലും ചിലപ്പോൾ കുറവായിരിക്കും. അവരവരുടെ രുചിയുടെ ഇതനുസരിച്ച് ചിലർക്ക് ഒരുപാട് കൂടുതൽ പഞ്ചസാര മധുരം ആവശ്യമുള്ളവരായിരിക്കും. അപ്പോൾ അതനുസരിച്ച് ഇതിൽ പഞ്ചസാര ചേർത്താൽ മതി. ഇതിൽ പഞ്ചസാര കുറച്ച് കുറവുണ്ട്. ഞാനപ്പോൾ അത് ഒരു അര കപ്പ് പഞ്ചസാര കൂടെ ചേർക്കുകയാണ്. റവ കേസരി ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. ഇതിലെ വെള്ളമെല്ലാം വാർന്നു പോയിട്ടുണ്ട്, വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. കണ്ടോ, നിങ്ങൾക്ക് കാണാം വെള്ളമൊക്കെ വലിഞ്ഞിരിക്കുന്നതാണ്. പഞ്ചസാരയും റവയും നെയ്യും ഏലക്കയുമാണ് ഇതിലിപ്പോൾ ഉള്ളത്. ഇനി ഇതിൽ ചെയ്യാനുള്ളത് കുറച്ച് നെയ്യിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് ചേർക്കേണ്ടതാണ്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നെയ്യൊക്കെ തെളിഞ്ഞ് വരുന്നത് പോലെയുണ്ട്. ഇവിടെയൊക്കെ നെയ്യുണ്ട്. പാനിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിക്കാം. ഒരു പകുതിയോളം മൂത്ത് കഴിഞ്ഞ് മുന്തിരി കൂടെ ഇടാം. അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. സ്റ്റൗ തീരെ കുറച്ച് വെച്ചിരുന്നാൽ മതി. അണ്ടിപ്പരിപ്പ് മുന്തിരിയും നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് അതീവ രുചികരമായ റവ കേസരി തയ്യാറായിട്ടുണ്ട്.